ഇപ്പോൾ സൗത്ത് അമേരിക്കയിൽ പോയ ഇൻഡിജിനസ് പോപ്പുലേഷൻ ഉണ്ട്, Yes, yes. മെക്സിക്കോയിൽ പോയ ഇൻഡിജിനസ് പോപ്പുലേഷൻ ഉണ്ട്. ഇത് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നിടത്ത കാര്യം ഞാൻ പറയുന്നത്. അവിടെ നേറ്റീവ് അമേരിക്കൻസ് എന്ന് വിളിക്കുന്ന ആൾക്കാരെ എണ്ണി തീർക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അവർ റിസർവേഷൻ എന്ന് പറയുന്നതൊക്കെ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, കടുവായെ സൂക്ഷിക്കുന്ന ഇടം നമ്മുടെ ഗീർ ഫോറസ്റ്റിലെ സിംഹം എന്ന് Tiger പറയുന്ന reserve പോലെ എന്നൊക്കെ മാത്രമാണ് അവരുള്ളത്. അവരെപ്പറ്റി നമ്മൾ ചർച്ച വേണ്ട. അമേരിക്കക്കാരെന്ന് പറയുന്നത് ലോകത്ത് യൂറോപ്പിൽ നിന്ന് ആദ്യം കുടിയേറിയവരെന്നുള്ള അർത്ഥം മാത്രമാണ്. ക്രിസ്റ്റഫർ കൊളംബസിന് ശേഷം വന്നത്. അതിനുശേഷം വന്ന അവരാണ് ഈ അമേരിക്കക്കാരെന്ന് വിളിക്കുന്നത്. അവർ തന്നെ പോർട്ടുഗലിൽ നിന്ന് വന്നവരുണ്ട്, സ്പെയിനിൽ നിന്ന് വന്നവരുണ്ട്, ജർമ്മനിയിൽ നിന്ന് വന്നവരുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ എടുത്ത അതിനകത്ത് പ്രധാനമായി അവസാനം ഇംഗ്ലീഷുകാരാണ് ലോകവ്യാപകമായി ബലം ഉണ്ടാക്കിയതാണ് കൊണ്ട് ഇംഗ്ലീഷുകാരുടെ ഒരു വലിയ സെക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഭരിക്കുന്നത്. ആ ഒരു ജനത ആണ് അവിടെ നിർണ്ണയിക്കുന്നത്. അതിനകത്ത് ബ്രിട്ടനുമായിട്ടുള്ള ഇൻഡിപെൻഡൻസ് വാർ ആണ് ജോർജ് വാഷിങ്ടനൊക്കെ കൂടെ ചെയ്തിട്ടുണ്ടാക്കിയ അമേരിക്കയാണ്. ആ അമേരിക്ക പിന്നെ അതിനുശേഷം എന്താണോ ബ്രിട്ടൻ ചെയ്തതുപോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രദേശമായിരുന്നു ആദ്യം ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ മെക്സിക്കോ എന്ന് പറയുന്നത് ശരിക്കും ഇന്ന് നമ്മൾ വെസ്റ്റേൺ അമേരിക്ക എന്ന് പറയുന്ന ആ പ്രദേശം മുഴുവനും മെക്സിക്കോയുടെ ആയിരുന്നു. അത് മുഴുവനും അവർ മറ്റേ സ്പെയിനുമായിട്ടോ പോർട്ടുഗീസുകാർ അവരുമായിട്ടൊക്കെ യുദ്ധം ചെയ്തിട്ടാണ് അവർ ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. പക്ഷെ അവർക്ക് ഇത് ഹോൾഡ് ചെയ്യാനും വേണ്ടിയുള്ള ബലം വന്നില്ല. അത് മുഴുവൻ അതിങ്ങനെ കയ്യേറി മാത്രമല്ല വിലയ്ക്കും മേടിച്ചു. ചിലർക്ക് അവർ വിലയ്ക്കും മേടിച്ചിട്ടുണ്ട്. പക്ഷെ അത് മുഴുവനും തീർന്ന് നമ്മളിന്ന് കാണുന്ന കാലിഫോർണിയ ഒക്കെ മെക്സിക്കോയിൽ പെടുന്നതായിരുന്നു. അതെല്ലാം കൂടെ ചേർന്നാണ് ഇന്ന് നമ്മൾ കാണുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ടാകുന്നത്. അതൊരു 100-150 വർഷം കൊണ്ടുണ്ടായതാണ്. നമ്മൾ ഇന്ന് കാണുന്ന 50 സ്റ്റേറ്റ് എന്ന് പറയുന്ന 2 ഇതുപോലെ കയ്യേറിയതാണ്. അലാസ്ക വിലയ്ക്ക് മേടിച്ചതാണ്. മേടിച്ചതാണ് റഷ്യക്കാരുടെ നിന്ന് മേടിച്ചതാണ്. ഹവായി അങ്ങനല്ല. ഹവായി ഒരു വലിയ കപ്പലിന് ചെന്ന് അവിടെ ഉള്ളവരെ മുഴുവനും കൂടെ അവരങ്ങ് കയ്യേറി അവരുടേതാക്കി ഡിക്ലെയർ ചെയ്യുകയായത്. അങ്ങനെയാണ് അത് ഉണ്ടായത്. അല്ലാതെ അവിടെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷമായിട്ട് ഒരു ട്രൈബായിരുന്നു അവിടെ. അവർ അവിടെ രാജ്ഞിയൊക്കെ ആയിരുന്നുണ്ട്. അവരൊന്നുമില്ല. അതെല്ലാം കംപ്ലീറ്റ് പോയിട്ട് അത് അവരുടെ 50ാമത്തെ സ്റ്റേറ്റുമായി. ഇതെല്ലാം നേരത്തെ നടന്നതാണ്. അപ്പം ഞാൻ പറയുന്നത് 2500 വർഷം ഉണ്ടായിരുന്ന അമേരിക്കയുടെ ചരിത്രമാണ് ഈ ചരിത്രമുള്ളത്. അവിടെ ആദ്യം വന്ന ആളുകളെ പറ്റി അവർ ഉണ്ടാക്കിയിരുന്ന ആരാണ് അമേരിക്കക്കാരെന്ന് സങ്കല്പം. അപ്പോഴാണ് ഈ സിവിൽ വാർ ഇംഗ്ലണ്ടുമായിട്ടുണ്ട്. ശരിക്കും സിവിൽ വാർ ഉണ്ടാകുന്നത് 2 തരത്തിലെ ജനത തന്നെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട്. അപ്പോൾ സൗത്തിലുള്ള ജനത എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമായിട്ട് യോജിച്ച് നിൽക്കുന്നവരും, മറ്റവർ അങ്ങനെയല്ല. അങ്ങനെ സൗത്തും നോർത്തുമായിട്ട് ഇന്ന് കാണുന്ന നമ്മൾ ഈ റിപ്പബ്ലിക്കൻസ് എന്നും ഡെമോക്രാറ്റ്സ് എന്നും വിളിക്കുന്നവരായിട്ട് ഡിവൈഡ് ചെയ്യുന്ന അങ്ങനെ ഒരു ഭരണഘടന. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണഘടന പോലെ വി ദ പീപ്പിൾ എന്നല്ല, ഇൻ ദ നെയിം ഓഫ് ദ ലോഡ് എന്ന് തന്നെയാണ്. അത് ക്രിസ്ത്യൻ ദൈവം തന്നെയായിരുന്നു ഉള്ളത്. അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് അതിൻ്റെ വാല്യൂസ് എല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഭരണഘടന ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു ആധുനിക ബോധത്തോടുള്ള ഭരണഘടനയല്ല നമ്മൾ അറിയണം. തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് നമുക്ക് വിളിക്കാനൊക്കാത്ത, പക്ഷെ അതേ സമയത്ത് വളരെ വലിയ ഇൻഫ്ലുവൻഷ്യലായിട്ട് ദൈവത്തിനെ പറ്റി പറഞ്ഞാൽ ഏത് ദൈവം ആരുടെ ദൈവമാണെന്നൊക്കെ വരുമല്ലോ. അതിനകത്ത് നമ്പർ കൂടുന്നതനുസരിച്ച് ക്രിസ്ത്യൻ മെജോറിറ്റിയുടെ ദൈവം തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ഭരണഘടന തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ആദ്യത്തെ ഭരണഘടനകളിലൊന്നായത് കാരണം കൊണ്ട് നമ്മളതിനെ മെച്ചപ്പെട്ടതായിട്ട് കാണുക, അതിനകത്ത് പറയുകയൊക്കെ ചെയ്യുമ്പോഴും ബ്രിട്ടീഷുകാർ ഭരിച്ചതിന് പകരം ഭരിക്കുന്ന ലോക്കലായ മുതലാളിമാർ ഭരിക്കുന്ന സ്ഥലമായിട്ട് അത് മാറുന്നു. ബ്രിട്ടീഷ് മാറി കോർപ്പറേറ്റ് വന്നു. അതെ, അങ്ങനെ ആ കോർപ്പറേറ്റ് നമ്മൾ ഇന്ന് വിളിക്കുന്ന നിലവാരത്തിൽ അന്ന് വലിയ പണക്കാരായിരിക്കുന്ന കുറേ പേര് ആയിരിക്കും ഇൻഫ്ലുവൻസ്. ഈ ഇപ്പോൾ വാഷിങ്ടണ് തന്നെ ഇഷ്ടംപോലെ എസ്റ്റേറ്റ് ഉണ്ട്. എസ്റ്റേറ്റ് ഉള്ളത് മാത്രമല്ല, അവിടെ എല്ലാം ഈ സ്ലേവ്സ് ഉണ്ട്. അപ്പോൾ ആ സ്ലേവ്സ് അവിടുത്തെ പൗരന്മാരായിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഇബ്രാഹിം ലിങ്കൺ വരുമ്പോഴാണല്ലോ ആ മാറ്റമൊക്കെ. അവർ കൂടി വോട്ട് ചെയ്യാനൊക്കെ ഉള്ളത്. അല്ല, അവർ സ്വതന്ത്രരായിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കാണേണ്ടതുണ്ട്. അപ്പം ഈ ഒരു 250 വർഷത്തെ ചരിത്രത്തിനകത്ത് പറയുന്ന ഭരണത്തിനകത്ത് സഹായിച്ച് നിന്ന ആളുകളാണ് അമേരിക്കക്കാരായി ഇരിക്കുന്നത്. അവരുടെ ഇടയ്ക്കകത്തുണ്ടായിരിക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡെമോക്രാറ്റ്സ് എന്ന് വിളിക്കുന്നവരും റിപ്പബ്ലിക്കൻസ് എന്ന് വിളിക്കുന്നവരുമായിട്ടൊരു ഡിവിഷൻ. പക്ഷെ ഒരു ഭരണ സംവിധാനം എന്നുള്ള നിലവാരത്തിൽ ഇവർ 2 പേരിൽ ആരായാലും ഒരുപോലെ.
മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യത്യാസം അനുഭവിക്കത്തേയില്ല. ഓക്കെ ഓക്കെ. അത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഇപ്പോൾ ഒബാമയാണ് നമ്മൾക്ക് ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അയാളുടെ കാലത്ത് ഒരു വ്യത്യാസമില്ലാത്ത യുദ്ധമാണ്. മാത്രമല്ല പുതിയതായിട്ട് തുടങ്ങുക വരെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതൊന്നും വ്യത്യാസം വരത്തില്ല. അതുകൊണ്ട് അതൊന്നും അവിടുത്തെ ആ സിസ്റ്റത്തിന് തടസ്സമായിട്ട് വരുന്നില്ല. ഈ 2 വിഭാഗം മാറി മാറി അവിടെ ഭരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. മൈത്രൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അമേരിക്കയിൽ ഈ അരാഷ്ട്രീയവാദം കൂടി വരികയാണ്. അല്ല, അരാഷ്ട്രീയവാദമല്ല, അരാഷ്ട്രീയക്കാരാണ്. അവരാരും വാദിക്കുന്നൊന്നുമില്ല. ഓക്കെ ഓക്കെ. രാഷ്ട്രീയക്കാർ. നമ്മൾ മനസ്സിലായി. ഞാനിത് എന്തായിരിക്കാം ഈ ആളുകള് ആ. ഇത്രയും വലിയ അവരുടെ ഒരു പ്രസിഡന്റ് ഇത്രയും അധികം നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത തരത്തിൽ നമ്മളെ മോശം എന്ന് വിചാരിക്കാവുന്ന Genius. എല്ലാ ലെവലിലും, അല്ലാതെ ഏതെങ്കിലും ഒരു കാര്യത്തിലല്ല, എല്ലാ നിലവാരത്തിലും നമുക്ക് ഇന്നത്തെ ആധുനിക സെൻസിബിലിറ്റി വെച്ച് പരിശോധിച്ചാൽ അയാളെ എലക്ട് ചെയ്യുന്നതല്ല, അയാളെ ഇമ്പീച്ച് ചെയ്യുന്ന പോലും അല്ല, പെർമനന്റ് ആയിട്ട് ജയിലിലിട്ട് പോകുന്ന ഒരു സംഭവമാണ് ഈ വരുന്നത്. ആ രാജ്യം അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്, അവിടെ ഭയങ്കര കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇത് ശരിയാണോ എന്ന് തെളിയിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പൊളിറ്റിക്കലായിട്ട് പ്രതികരിച്ചെടുക്കാം. ഉം. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അത് എന്നെ ഷോക്ക് ചെയ്ത ഒരു സംഭവമാണ്. വലിയ റാലികൾ ഉം. ഈ ജനാധിപത്യക്കാരെയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കൊക്കെ വേണ്ടി നടക്കുമ്പോൾ പോലും അത് വളരെ പീസ്ഫുള്ളായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ആൾക്കാർക്ക് വലിയ നോവൊന്നും വരാതെ വെടികൊള്ളാതെയൊക്കെയാണ് ചെയ്യുന്ന, അടി കിട്ടാതെ നമ്മുടെ ഇവിടെ ഒന്നുമില്ലെങ്കിൽ വാട്ടർ ക്യാനണെങ്കിലും വന്ന് പതിക്കുന്നത്, ഇതൊന്നും ഇല്ലാതെ വളരെ പീസ്ഫുള്ളായിട്ട് നടക്കുന്ന ഒരു വലിയ പ്രൊസഷൻ ആണ് പരമാവധി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അത്രയാണ്. അത് തന്നെ അവിടുത്തെ ആ ഒരു 30% ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ ചെന്ന ഒരു 60% കഴിഞ്ഞ് ബാക്കി 40% ഒരു 20% ഈ കംപ്ലീറ്റ് രാജാവിന് വേണ്ടി നിൽക്കുന്ന, രാജാക്കന്മാരുടെ ലോകം നിൽക്കുന്ന കോർപ്പറേറ്റ് എന്ന് പറയുന്ന മുഴുവൻ ആൾക്കാരുടെ ആണ്. ബാക്കി ഒരു 30% പൊളിറ്റിക്കലായിട്ടുള്ളത്. അവരുടെ ഒരു മുൻകൈയിലുണ്ടാകുന്ന ഒരു റാലിയാണ് നമുക്കവിടെ കാണാവുന്നത്. ഇപ്പൊ ഈ എപ്സ്റ്റൈൻ ഫയൽസിനെ പറ്റി സൂചിപ്പിച്ചല്ലോ. ഇപ്പൊ ഞാൻ ആ ഫയലിൽ 1-2 കാര്യങ്ങൾ ഞാനായിട്ട് ആക്സസ് ചെയ്തില്ലെങ്കിൽ പോലും അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ചിലതൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇപ്പൊ എപ്സ്റ്റൈൻ്റെ പ്രത്യേകമായിട്ടുള്ള ഐലൻഡിലും ബംഗ്ലാവിലൊക്കെ വെച്ചിട്ട് ഈ ചെറിയ കുട്ടികളെ പേടിപ്പിക്കുന്നു. അപ്പൊ പേടിപ്പിക്കുമ്പോൾ അവരിലുണ്ടാവുന്ന ബ്ലഡിലുണ്ടാവുന്ന മാറ്റങ്ങൾ വെച്ചുകൊണ്ട് ബ്ലഡ് എടുക്കുന്നു, ആ ബ്ലഡ് കുടിക്കുന്നു. അതുപോലെ കുറേ പെൺകുട്ടികളെ, അതായത് 18 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തി പോലും ആവാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഡാർക്ക് ഫാന്റസികൾ നടത്താനുള്ള ഒരു ഇടമായിട്ടൊക്കെ കരുതുന്നത്. അവിടെയാണ് പല ലോക നേതാക്കളുടെയും, പ്രത്യേകിച്ച് ലോകത്തുള്ള ട്രംപിന്റെയും, മുഴുവൻ അവരൊക്കെ ആകർഷിക്കാൻ പറ്റിയ മുഴുവൻ ആൾക്കാരോട് എത്തിച്ചേർന്നു. ഇപ്പൊ ബിൽഗേറ്റ്സ് പോലെയൊക്കെയുള്ള വലിയ വലിയ, അതുകൊണ്ടാണ് അവര് അത് ഒരു എപ്സ്റ്റീൻ ചെയ്യുന്നതല്ല. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അത് ഇസ്രയേലാണ് അത് ചെയ്തിരിക്കുന്നത്.